നമസ്കാരം, തുഞ്ചൻ വിഷൻ അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. സെന്റ് ജോസഫ് ഇന്റർനാഷണൽ ഫയർ ആൻഡ് സേഫ്റ്റി അക്കാദമി ജിഫ്സ. തീവണ്ടിക്ക് നേരെയുള്ള കല്ലേറ് പതിവായതോടെ മുന്നറിയിപ്പുമായി അധികൃതർ. തീവണ്ടിക്ക് നേരെയുള്ള കല്ലേറ് കുട്ടികളിയായി കാണാനാവില്ലെന്നും കർശന നടപടി സ്വീകരിക്കുമെന്നാണ് RPFന്റെ മുന്നറിയിപ്പ്. തീവണ്ടിക്ക് നേരെയുള്ള കല്ലേറ് പതിവായതോടെ മുന്നറിയിപ്പുമായി അധികൃതർ. തീവണ്ടിക്ക് നേരെയുള്ള കല്ലേറ് കുട്ടികളിയായി കാണാനാവില്ലെന്നും കർശന നടപടി സ്വീകരിക്കുമെന്നാണ് RPFന്റെ മുന്നറിയിപ്പ്. നിരന്തരമായി പരപ്പനങ്ങാടിക്കും തിരൂരിനിടയിൽ താനൂരിനും തിരൂരിനിടയിൽ നിരവധി ട്രെയിനുകൾക്ക് നേരെ കല്ലെറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. രാവിലെ എന്നോ വൈകിട്ടെന്നോ രാത്രിയെന്നോ ഇല്ലാതെ വന്ദേ ഭാരത് ഉൾപ്പെടെയുള്ള ട്രെയിനുകൾക്ക് നേരെ നിരന്തരം കല്ലെറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ കല്ലേറിൽ പരിക്കുപറ്റിയ നിരവധി ആളുകളുണ്ട്. റെയിൽവേ സംരക്ഷണ സേന കേസ് കൊടുത്തിട്ടുണ്ട്. അതിൽ ഞങ്ങളുടെ അന്വേഷണത്തിൽ സ്കൂളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളാണ് ഇതിൽ കൂടുതലും ഏർപ്പെടുന്നതെന്നുള്ളതാണ് ഏറ്റവും പരിതാപകരമായ വസ്തുത. അതിൽ രക്ഷിതാക്കളൊന്ന് കുട്ടികളെ ഒന്ന് ബോധവൽക്കരിക്കണം എന്നുള്ളതാണ്. നമ്മൾ നിരന്തരം സ്കൂളുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് ഇത്തരം പ്രവൃത്തികൾ ഏർപ്പെടാൻ പാടില്ല എന്നുള്ളതും നമ്മൾ അവരെ അവെയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ടും ഇതിനെതിരായിട്ട് നമ്മൾ പറയുന്ന കാര്യങ്ങൾ ചെവിക്കൊള്ളാതെ വീണ്ടും ട്രെയിനുകൾക്ക് നേരെ കല്ലെറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് മനസ്സിലാവുന്നില്ല. കഴിഞ്ഞ ദിവസമാണ് കഴിഞ്ഞ 2 ആഴ്ച മുൻപാണ് മുക്കോലയിലുള്ള ഒരു ചെറിയ വിദ്യാർത്ഥി ട്രെയിനിൻ്റെ മുകളിൽ കല്ലെടുത്ത് വയ്ക്കുകയും ഒരു ഇരുമ്പിൻ്റെ പീസ് എടുത്ത് വയ്ക്കുകയും ചെയ്തതിൻ്റെ ഫലമായി അദ്ദേഹത്തിനെതിരെ ആ കുട്ടിക്കെതിരായിട്ട് കേസെടുക്കുകയും അവരെ ബഹുമാനപ്പെട്ട ജൂനിയർ ജസ്റ്റിസ് ബോർഡ് മുമ്പാകെ ഹാജരാക്കുകയുണ്ടായി. അപ്പോൾ ബഹുമാനപ്പെട്ട കോടതിയുടെ JJBയുടെ ജൂനിയർ ജസ്റ്റിസ് ബോർഡിൻ്റെ നിർദ്ദേശപ്രകാരം ആ കുട്ടിയെ ജൂനിയർ ജസ്റ്റിസ് കുട്ടികളെ താമസിപ്പിക്കുന്ന ഹോമിലേക്ക് 2 ആഴ്ചയ്ക്ക് അവിടെ അവയർനെസ്സിന് വേണ്ടി പാർപ്പിക്കുകയുണ്ടായി. അപ്പം നമ്മളെന്ത് ചെയ്യുന്ന നമ്മൾ ജനങ്ങളോട് പറയുന്നത്, ഈ റെയിൽവേ സ്റ്റേഷന് അടുത്തുള്ള എല്ലാ ആളുകളും ഇതിനെതിരായിട്ട് ഒന്ന് സംഘടിക്കുകയും ഇത്തരം പ്രവണത വിദ്യാർത്ഥികളിൽ നിന്ന് മുളയിൽ നുള്ളിക്കളയണമെന്നുള്ളതാണ് നമ്മൾ അഭ്യർത്ഥിക്കുന്നത്. ഇങ്ങനെ കാണുകയാണെങ്കിൽ നിങ്ങൾ അവരെ നിയമത്തിൻ്റെ മുമ്പിൽ ഹാജരാക്കുന്നതിന് വേണ്ടി റെയിൽവേ സംരക്ഷണ സേനയോട് സഹകരിക്കുക. തിരൂരിനും പരപ്പനങ്ങാടിക്കുമിടയിൽ കല്ലെറിയുന്ന സംഭവങ്ങൾ സമീപകാലത്ത് കൂടുതലായി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. വേനലവധിക്ക് സ്കൂളുകൾ അടച്ചതിനു ശേഷമാണ് തീവണ്ടിക്ക് നേരെയുള്ള കല്ലെറിയൽ കൂടിയതെന്നാണ് RPFന്റെ അന്വേഷണത്തിൽ വ്യക്തമായത്. റെയിൽ പാളങ്ങൾക്ക് സമീപം കളിക്കുന്ന കുട്ടികളാണ് കല്ലെറിയുന്നതിന് പിന്നിലെന്ന് RPF കണ്ടെത്തിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസമുണ്ടായ കല്ലേറിൽ ഒരാൾക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. വന്ദേ ഭാരത് എക്സ്പ്രസിന് നേർക്കുണ്ടായ കല്ലേറിൽ നടന്ന അന്വേഷണത്തിലും കുട്ടികളെയാണ് പിടികൂടിയിരുന്നത്. കഴിഞ്ഞ ദിവസം പാളത്തിൽ കല്ലുകൾ വച്ച സംഭവം അന്വേഷിച്ചപ്പോഴും പിടിയിലായത് കുട്ടിയാണ്. ഈ കുട്ടിയെ അറസ്റ്റ് ചെയ്ത് ജുവനൈൽ ജസ്റ്റിസ് ബോർഡിന് മുൻപാകെ ഹാജരാക്കിയിരുന്നു. തുടർന്ന് ഈ കുട്ടിയെ വെള്ളിമാടുക്കുന്നുള്ള ജുവനൈൽ ജസ്റ്റിസ് ഹോമിൽ ഒരാഴ്ച താമസിപ്പിക്കാൻ ബോർഡ് നിർദ്ദേശം നൽകി. യൂട്യൂബ് വീഡിയോ കണ്ടതിനെ തുടർന്ന് നേരിട്ട് പരീക്ഷിക്കാനാണ് പാളത്തിൽ കല്ല് വെച്ചതെന്നാണ് കുട്ടി RPFന് മൊഴി നൽകിയത്. ഇത്തരത്തിൽ കല്ലുകൾ എറിയുന്നതിനും പാളത്തിൽ കല്ലുകൾ വയ്ക്കുന്നതിനുമെതിരെ തിരൂർ RPF പ്രദേശത്തുള്ള മിക്ക സ്കൂളുകളിലും ബോധവൽക്കരണം നടത്തിയിരുന്നു. എന്നിട്ടും സംഭവങ്ങൾ തുടരുകയാണ് ചെയ്തത്. ഇനി ഇത്തരം സംഭവങ്ങൾ ഉണ്ടായാൽ കർശന നടപടി സ്വീകരിക്കാനാണ് RPFന്റെ തീരുമാനം. രക്ഷിതാക്കളും അധ്യാപകരും ഇത്തരം കാര്യങ്ങളിൽ നിന്ന് കുട്ടികളെ പിന്തിരിപ്പിക്കണമെന്നും RPF ആവശ്യപ്പെടുന്നുണ്ട്. തീവണ്ടിക്ക് നേരെയുള്ള കല്ലേറ് ഇനിയും തുടർന്നാൽ കുട്ടികളിയായി കാണാനാവില്ലെന്നും RPF മുന്നറിയിപ്പ് നൽകുന്നു. TVN ന്യൂസ്, തിരൂർ. SSLC +2 കഴിഞ്ഞു. ഇനി എന്ത്? ഉയർന്ന തൊഴിൽ സാധ്യതയുള്ള കോഴ്സ് പഠിച്ച് ഉയർന്ന ശമ്പളത്തോടെ മാന്യമായ ജോലി നേടാം. ഇന്ത്യയിലും വിദേശ രാജ്യങ്ങളിലുമായി 2 ലക്ഷത്തോളം തൊഴിലവസരങ്ങളുള്ള മേഖലയാണ് ഫയർ ആൻഡ് സേഫ്റ്റി. വിദ്യാഭ്യാസ രംഗത്ത് 25 വർഷത്തെ പരിചയമുള്ള ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്ഥാപനമായ സെന്റ് ജോസഫ് ഇന്റർനാഷണൽ ഫയർ ആൻഡ് സേഫ്റ്റി അക്കാദമി ഗവൺമെന്റ് ഓഫ് ഇന്ത്യ അപ്രൂവ്ഡ് ഫയർ ആൻഡ് സേഫ്റ്റി കോഴ്സുകളിലേക്ക് അപേക്ഷ ക്ഷണിക്കുന്നു. 10 ഏക്കർ സ്ഥിതിയിൽ 2500 പരം ഉപകരണങ്ങളോടുകൂടി ഇന്ത്യയിലെ ഏറ്റവും വലിയ ഫയർ ആൻഡ് സേഫ്റ്റി പ്രാക്ടിക്കൽ ഗ്രൗണ്ട്, ശക്തമായ പ്ലേസ്മെന്റ് സെൽ, സെന്റ് ജോസഫ് ഇന്റർനാഷണൽ ഫയർ ആൻഡ് സേഫ്റ്റി അക്കാദമി ജിഫ്സ.